പരാതി പ്രളയത്തിലൊരു ശാസ്ത്രമേള ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിൻ്റെ അറിയാ കഥകളിലേക്കാണ് ഇനി നമ്മൾ കടന്നിരുന്നത്. തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിനെതിരെ പരാതി പ്രളയം. പരിപാടിയുടെ മുഖ്യ ആകർഷണമായ മ്യൂസിയം ഓഫ് മൂൺ ഇൻസ്റ്റലേഷൻ അവതരിപ്പിച്ച ബ്രിട്ടീഷ് ആർട്ടിസ്റ്റ് ലൂക്ക് ജെറോമിന് 4 മാസമായിട്ടും പ്രതിഫലം കൊടുത്തിട്ടില്ല. പലതവണ സമീപിച്ചെങ്കിലും മറുപടിയില്ലെന്ന് ലൂക്ക് ജെറോം 24 പറഞ്ഞു. 24 അന്വേഷണം തുടങ്ങുകയാണ്. ശാസ്ത്ര തട്ടിപ്പ്. തിരുവനന്തപുരം കനകക്കുന്നിലായിരുന്നു മ്യൂസിയം ഓഫ് മൂൺ അത്ഭുതം മലയാളികൾ ആദ്യം കണ്ടത്. തുടർന്നാണ് ബ്രിട്ടീഷ് ആർട്ടിസ്റ്റ് ലൂക്ക് ജെറോമിനെ തോന്നയ്ക്കലിൽ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിലേക്ക് സംഘാടകരായ ശാസ്ത്ര സാങ്കേതിക വകുപ്പിന് കീഴിലുള്ള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലും അമ്യൂസിയം ആർട്ട് സയൻസും ക്ഷണിച്ചത്. 25 ലക്ഷമായിരുന്നു ആകെ ചെലവ്. ട്രാൻസ്പോർട്ടേഷൻ ചെലവായ 12 ലക്ഷം വഹിക്കാമെന്ന് സംഘാടകർ വാക്ക് നൽകിയെങ്കിലും പിന്നീട് പിന്മാറി. ആദ്യം നൽകിയ ഡെപ്പോസിറ്റ് തുകയായ 5 ലക്ഷം ഒഴികെ ലൂക്കിനി കിട്ടാനുള്ളത് 19 ലക്ഷം രൂപ. മാസങ്ങളായി ഈ പണത്തിന് ഇൻവോയ്സുകൾ അയച്ച് മടുത്തെന്നും സംഘാടകർക്ക് മറുപടിയില്ലെന്നും ലൂക്ക് ജെറോം 24നോട്. To be able to get the artwork there on time for this event, I paid for the transport costs up front, and that came at about £13,000. It was a lot of money. They paid the deposit, but annoyingly, they've not paid the final fee or my transport costs. So they owe me quite a lot of money, and it's a bit scary. And I understand also that they've not paid all the other. പണം നൽകിയില്ലെങ്കിൽ സംഘാടകർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനാണ് ലൂക്കിന്റെ തീരുമാനം. സർക്കാർ പങ്കാളിയായ പരിപാടിയിലുണ്ടായ വീഴ്ചയ്ക്ക് സർക്കാരിനും ഉത്തരവാദിത്തമുണ്ടെന്ന് ലൂക്ക് കുറ്റപ്പെടുത്തി. So I'm really disappointed, and it looks like no one's going to get paid. I understand there's some legal action being taken, but from here in Britain, I feel really let down and rather vulnerable. It feels like there's nothing I can do about the situation. തിരുവനന്തപുരത്തിന് പിന്നാലെ മറ്റ് ജില്ലകളിലേക്ക് സയൻസ് ഫെസ്റ്റ് നടത്താനുള്ള തീരുമാനം ഒരു ക്രെഡിറ്റ് കാർഡ് കൊണ്ട് മറ്റൊരു ക്രെഡിറ്റ് കാർഡിന് ബില്ലടയ്ക്കുന്നത് പോലെയെന്നാണ് ലൂക്കിന്റെ പരിഹാസം. ലോകപ്രശസ്ത കലാകാരനെ വിളിച്ചു വരുത്തി അപമാനിക്കുകയാണ് സർക്കാർ ഉൾപ്പെടുന്ന സംഘാടകർ ചെയ്തത്. ഇനി ഇന്ത്യയിലേക്കില്ലെന്ന് ലൂക്ക് ജെറോം പറയുമ്പോൾ അത് കേരളത്തിന് നാണക്കേടാണ്. ചെയ്ത പണിക്ക് കൂലി കിട്ടാത്തവരുടെ നീണ്ട നിര പിന്നാലെയുണ്ട്. MG പ്രതീഷ്, 24, തിരുവനന്തപുരം. കൂടുതൽ വിവരങ്ങളുമായി MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് MG പ്രതീഷ്, വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് SK. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സയൻസ് ഫെസ്റ്റ് എന്ന രീതിയിലാണ് ഗ്ലോബൽ സയൻസ് ഫെസ്റ്റ് തിരുവനന്തപുരം തോന്നയ്ക്കലിൽ ആരംഭിച്ചത്. ജനുവരി 15 മുതൽ ഫെബ്രുവരി 15 വരെയായിരുന്നു ഈ സയൻസ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ഈ ഫെസ്റ്റിനെതിരെയാണ് വലിയ തരത്തിലുള്ള പരാതികൾ ഉയരുന്നത്. ഈ മ്യൂസിയം ഓഫ് മൂൺ ഇൻസ്റ്റലേഷൻ വലിയ പ്രചാരം നേടിയിരുന്നു. കനകക്കുന്നിൽ ആദ്യമായത് പ്രദർശനം നടത്തിയപ്പോൾ 10,000-കണക്കിന് ആളുകളാണ് ഇത് കാണാനെത്തിയത്. ഇതിന്റെ തുടർച്ചയായാണ് ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിലും ഇത് എത്തിയത്. പക്ഷേ ഇത് അവതരിപ്പിച്ച ബ്രിട്ടീഷ് ആർട്ടിസ്റ്റ് ലൂക്ക് ജെറോമിന് പറഞ്ഞുറപ്പിച്ച പ്രതിഫലം നൽകിയില്ല എന്നതാണ് ഗുരുതരമായ കാര്യം. ആദ്യം ഇതിന്റെ ഗതാഗത ചെലവ് അടക്കം നൽകാമെന്ന് സംഘാടകർ വാക്ക് നൽകിയെങ്കിലും ഈ വാക്ക് പാലിച്ചില്ല എന്നും ലൂക്ക് ജെറോം 24നോട് പറയുന്നുണ്ട്. ഏകദേശം 26 ലക്ഷത്തോളം രൂപയാണ് ആകെ ചെലവായത്. ഇതിൽ 5 ലക്ഷം ഡെപ്പോസിറ്റ് മാത്രമാണ് സംഘാടകർ നൽകിയത്. ഇത് കഴിഞ്ഞുള്ള 19 ലക്ഷത്തിനായി മാസങ്ങളായി കാത്തിരിക്കുന്നു എന്നതാണ് ലൂക്ക് ജെറോം പറയുന്നത്. വലിയ നിരാശയിലാണെന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്നും സർക്കാരിന്റേത് നിരുത്തരവാദ സമീപനമാണെന്നുമുള്ള പരാമർശം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. വലിയൊരു കലാകാരനെ കേരളത്തിലേക്ക് ക്ഷണിച്ച് അപമാനിക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായതെന്ന വലിയ ആക്ഷേപം എന്തായാലും നിലനിൽക്കുന്നുണ്ട്. ഈ പരിപാടിക്കെതിരെ ഇനിയും വലിയ തരത്തിലുള്ള പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട്. നിരവധി ആളുകളാണ് ഇപ്പോഴും ഈ പണം കാത്ത് കിടക്കുന്നത്. കൃത്യമായൊരു മറുപടി സംഘാടകർ നൽകുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട ആക്ഷേപങ്ങളിലൊന്നും. SK. ഓക്കെ, താങ്ക് യു MG പ്രതീഷ്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.